ഹായ് ഹലോ വെൽക്കം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മെഷറിംഗ് കപ്പ് ഇല്ലാതെ ഓവൻ ഇല്ലാതെ സാധാരണ നമുക്ക് ഒരു നോൺ വെജ് കേക്ക് അല്ല കേട്ടോ, വെജ് കേക്ക് ഉണ്ടാക്കാം. മാർബിൾ കേക്ക്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. പാലൊരു 3/4 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. പാലിലേക്ക് 1/2 മുതൽ 3/4 ഗ്ലാസ് വരെ പഞ്ചസാര ഇടാം കേട്ടോ. മധുരം കുറച്ചും കൂടെ വേണമെങ്കിൽ കുറച്ചും കൂടെ ഒരു 2 സ്പൂണും കൂടെ എക്സ്ട്രാ ഇട്ട് കൊടുക്കാം. അടുത്തത് നമ്മൾ ചേർക്കുന്നത് ബട്ടറാണ് കേട്ടോ. ഒരു 2 മുതൽ 3 സ്പൂൺ വരെയൊക്കെ ചേർക്കാം. പിന്നെ വേണ്ടത് വാനില എസൻസ് ആണ് കേട്ടോ. വാനില എസൻസും 1 സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം നല്ലോണം മിക്സ് ചെയ്ത് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. പിന്നെ വേണ്ടത് മൈദയാണ് കേട്ടോ. മൈദ ഞാനിവിടെ 1 ഗ്ലാസ് മൈദയാണ് എടുക്കുന്നത്. മൈദയിലേക്കില്ലേ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർക്കണം കേട്ടോ. ഞാനിവിടെ 1/4 ടീസ്പൂണൊക്കെയാണ് കേട്ടോ ചേർക്കുന്നത്. എൻ്റെ മെഷറിങ് സ്പൂണുകളില്ലേ അതിൽ പലതും എൻ്റെ മോളുടെ കളിപ്പാട്ടങ്ങളാണ്. അതുകൊണ്ടാണ് ചെറിയ സ്പൂണ് 1/4 ടീസ്പൂണിൻ്റെ സ്പൂൺ മാത്രമേ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളൂ. പിന്നെ ഈ ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ, മൈദ നമ്മളെല്ലാം ചേർത്തില്ലേ, അത് നല്ലോണം അരിച്ചെടുക്കുക. ഒരു 2-3 പ്രാവശ്യം അരിച്ചെടുക്കുക. ഇതെല്ലാ ഭാഗത്തും ഈവണായിട്ട് എത്താൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ അരിച്ചെടുക്കുന്നതും. പിന്നെ എയർ ബബിൾസ് നന്നായിട്ട് ഫോം ചെയ്യാനും കേക്ക് നല്ല സോഫ്റ്റ് ആവാനും ഇത് ഹെൽപ്പ് ചെയ്യും. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണെന്നറിയാം, നമ്മൾ ആ വെറ്റ് ഇൻഗ്രീഡിയൻസ് മാറ്റി വെച്ചില്ലേ, ആ വെറ്റ് ഇൻഗ്രീഡിയൻസിലേക്ക് ഈ മൈദയും ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും നന്നായിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. ഓവർ മിക്സ് ചെയ്യരുത് കേട്ടോ. ബാറ്റർ കുറച്ച് കട്ടിയാണെന്ന് തോന്നിക്കഴിഞ്ഞാലല്ലേ നമുക്ക് വേണമെങ്കിൽ കുറച്ച് പാലും കൂടെ ഒഴിക്കാം കേട്ടോ. പിന്നെ ഒരു മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരേ ഡയറക്ഷനിൽ തന്നെ മിക്സ് ചെയ്യണം കേട്ടോ. ഇപ്പോൾ നമ്മൾ ക്ലോക്ക് വൈസ് ആണ് ചെയ്യുന്നതെങ്കിൽ അതേ ഡയറക്ഷനിൽ തന്നെ. ഇനി കംഫർട്ട് അനുസരിച്ച് നമുക്ക് ആൻറ്റി ക്ലോക്ക് വൈസ് ആണ് ചെയ്യുന്നതെങ്കിൽ ആ ഡയറക്ഷനിൽ തന്നെ ചെയ്യാം. ഈ ബാറ്റർ ഒരിക്കലും ഓവർ മിക്സ്ഡ് ആവരുത്. ഇതാണ് കേട്ടോ കറക്റ്റ് ടെക്സ്ചർ. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണെന്നറിയോ, ചെറിയ ചൂടുള്ള പാലെടുക്കുക. അതിൽ 2 ടീസ്പൂൺ മുതൽ 3 ടീസ്പൂൺ വരെ ഇടാം കേട്ടോ. എൻ്റെ കയ്യിൽ ലൈറ്റ് കൊക്കോ പൗഡർ ആയിരുന്നു, അതുകൊണ്ട് ഞാൻ 3 സ്പൂൺ വരെ എടുത്തിട്ടുണ്ട്. ഇനി 2 ബൗൾ എടുത്തതിന് ശേഷം നമ്മുടെ കേക്ക് മിക്സ് ഇല്ലേ, ഫസ്റ്റ് നമ്മളാക്കി വെച്ച കേക്ക് മിക്സ്, അതിനെ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് 2 ഇതിലും ഒഴിക്കുക, 2 ബൗളിലും ഒഴിക്കുക. ഇനി ഒരു ബൗളിൽ നമ്മൾ കൊക്കോ പൗഡറും ചെറിയ ചൂടുള്ള പാലും കൂടെ മിക്സ് ചെയ്തില്ലേ, അത് രണ്ടും കൂടെ ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തിടുക. ഈ മിക്സിലും ഒരു 1/2 ടീസ്പൂൺ ഇല്ല കേട്ടോ, കുറച്ച് ഒരു 1/2 അടപ്പ് വിനാഗിരി ചേർത്തിട്ട് മിക്സ് ചെയ്ത് വെക്കണേ. പിന്നീടില്ലേ ഈ മിക്സിൽ നമുക്ക് കുറച്ച് വിനാഗിരി ചേർക്കാം. ഒരു 1/2 അടപ്പ് വിനാഗിരിയാണ് കേട്ടോ ഞാൻ ചേർത്തിട്ടുള്ളത്. ഒരു 1/2 ടീസ്പൂൺ വിനാഗിരി അത്രേ ചേർത്തിട്ടുള്ളൂ. അത് നല്ലോണം മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. പിന്നെ വേണ്ടത് ഒരു കേക്ക് ടിന്നാണ് കേട്ടോ. ഞാൻ എടുത്തത് ഒരു 5 ഇഞ്ചിൻ്റെ ടിന്നാണേ. കേക്ക് ടിന്നിൽ താഴെ എണ്ണ തേച്ചിട്ട് അതിൻ്റെ മുകളിൽ ഞാൻ ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. അതിൽ ഇനി ഓരോ മിക്സും നമ്മളിങ്ങനെ മാറി മാറി ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ വരച്ചു കൊടുക്കാം കേട്ടോ. ഞാനൊരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഒരു ഫ്ലവർ ഡിസൈനാണ് കേട്ടോ ഉദ്ദേശിച്ചത്. കേക്കിൻ്റെ ഡിസൈനൊന്നും മാറാതെ മെല്ലെ തട്ടി കൊടുക്കണേ. എന്നിട്ട് ചൂടായ ഒരു കടായിലേക്ക്, അല്ലെങ്കിൽ കുക്കറാണെങ്കിൽ കുക്കറിലേക്ക് ഞാൻ ഉപ്പിട്ടിട്ടാണ് കേട്ടോ സാധാരണ വെക്കാറ്. അങ്ങനെ വെച്ചിട്ട് ഒന്ന് അടച്ചു വയ്ക്കുക. ഒരു 20 മുതൽ 25 മിനിറ്റ് വരെ വേണം കേട്ടോ കേക്ക് ഒന്ന് ബേക്ക് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. Bye.